ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആരിസുകൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ അമ്മയുടെ ജിമ്മിൽ ഒരു ഓണം പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഞാനും അവിടെ കുറച്ച് ഫ്രണ്ട്സും ജിമ്മിൽ തന്നെ ഉള്ളൊരു കുറച്ച് ഫ്രണ്ട്സൊക്കെ പോവുകയാണ്. സോ ഇതേപ്പോൾ നമ്മുടെ ജിമ്മിലുള്ള ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് വന്നിരിക്കുക കേട്ടോ. സത്യം റെഡിയാവുന്ന കാണിക്കാനുള്ള ഒരു ടൈമൊന്നും എനിക്ക് കിട്ടിയില്ല. ഞാൻ വേഗം റെഡിയായതാണ്. പിന്നെ റെഡിയായ ശേഷമാണ് ഡ്രസ്സൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചത്. ഇങ്ങനെ ഒരു ഡ്രസ്സാണ് കേസ് ഞാൻ ഇട്ടിരിക്കേണ്ടത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കെന്തായാലും ഇനി അവിടേക്ക് എത്തിയിട്ടുള്ള കാണിക്കാം. അപ്പോൾ ഷോർട്ട് വീഡിയോ എടുക്കണോ ലോങ് വീഡിയോ എടുക്കണോ ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നെ എന്തായാലും വീഡിയോ എടുക്കാൻ വിചാരിച്ചു, ബിക്കോസ് കുറേ ആയില്ലേ ഞാൻ വീഡിയോ എടുത്തിട്ട്. അപ്പോൾ എന്തായാലും ഇന്ന് നമുക്ക് ജിമ്മിൽ പോയിട്ട് കാണാം. അപ്പോൾ എൻ്റെ ഡ്രസ്സ് എന്ന് പറയുന്നത് ഇതാണ്. ലോങ് സ്കേർട്ടും ക്രോപ്പ് ടോപ്പും ആണ് കേട്ടോ. പിന്നെ ഹെയറൊക്കെ ഞാൻ ഇങ്ങനെ കെട്ടിയിരിക്കുന്നത് എത്രത്തോളം കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല ഗൈസ്. അങ്ങനെ ഞങ്ങൾ എൻ്റെ വീട്ടിൽ നിന്നെല്ലാം ഇറങ്ങി നേരെ പിന്നെ സ്ഥലത്തോട്ട് പ്രോഗ്രാമൊക്കെ സ്ഥലത്തോട്ടാണ് പോയത്. അവിടെ തന്നെ ഫസ്റ്റ് തന്നെ പൂക്കളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അടിപൊളിയുണ്ടായിരുന്നു കാണാൻ. പിന്നെ ഫസ്റ്റായിട്ട് തന്നെ ഒരു പാട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിനുശേഷം പിന്നെ ആങ്കർ വന്ന് എന്തൊക്കെയോ പറയണ്ടായിരുന്നു. പിന്നെ ഡാൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. എല്ലാ ഡാൻസും അടിപൊളിയായിരുന്നു. നമുക്ക് നല്ലോണം ബോറടിക്കാതെ ഇരുന്ന് കാണാം. അടിപൊളി പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ യേശു ചേച്ചിയുടെ പാട്ടുണ്ടായിരുന്നു. അടിപൊളി പാടിയിട്ടോ ചേച്ചി. നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. ഈ ആൻറ്റിമാരുടെ ഡാൻസ് ആയിരുന്നു അന്നത്തെ ഹൈലൈറ്റ് കേട്ടോ. എല്ലാവരും സൂപ്പറായി കളിച്ചിട്ടുണ്ടായിരുന്നു എല്ലാ ഡാൻസും. അതിന് ശേഷം പിന്നെ എനിക്ക് നല്ല വിശന്നു കേട്ടോ. ഈ സദ്യ കഴിക്കാൻ പോയിട്ടോ. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നേരെ ഞാൻ അന്ന് ഷോർട്സ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു തോന്നുന്നു. ഒരു ലയൺസ് പറഞ്ഞ സ്കൂളിൽ ഒരു എക്സിബിഷൻ ഓണം ഫെസ്റ്റ് നടക്കുന്നുണ്ട്, അവിടെ പോയതൊക്കെ കേട്ടോ. അപ്പം അവിടെ പോകാനുണ്ടായിരുന്നു. അങ്ങനെ അവിടെയൊക്കെ പോയ വീഡിയോസ് എല്ലാം ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിന് മുമ്പ് ഷോർട്സ് ആയിട്ടൊരു ചെറിയ പാർട്ട് അപ്ലോഡ് ചെയ്തു തോന്നുന്നു കേട്ടോ ഗേസ്. അങ്ങനെ എന്തേ പറഞ്ഞ സദ്യ അങ്ങനെ ഞങ്ങൾ നേരെ സദ്യ കഴിക്കാൻ ഇരുന്നു കേട്ടോ. അപ്പോൾ പപ്പടം, ഇഞ്ചിപ്പുളി, അച്ചാർ, എല്ലാത്തിൻ്റെയും പേരൊന്നും എനിക്കറിയില്ല. എനിക്കറിയാവുന്ന സംഭവങ്ങളുടെ പേരൊക്കെയാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിക്കാൻ നിന്നു. പിന്നെ ചോറിട്ടു, സാമ്പാർ ഒഴിച്ചു, എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സദ്യയും അടിപൊളിയായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ പഴം കഴിച്ചില്ല കേട്ടോ. എനിക്ക് പഴം എന്താണെന്നറിയില്ല. പുഴുങ്ങിയ പഴം എനിക്ക് അത്ര ഇഷ്ടമല്ല. സാധാ പഴമാണ് ഞാൻ കഴിച്ചിട്ടുണ്ടാകും. പുഴുങ്ങിയ പഴം എനിക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞതും പിന്നെ ചെറുതായിട്ടൊരു പ്രോഗ്രാമും കാര്യങ്ങളും കൂടെ കണ്ടിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. എന്തോ ഒരു സ്കിറ്റായിരുന്നു കേട്ടോ. ഇതൊരു ഓണക്കല്യാണം മറ്റെന്തോ സ്കിറ്റായിരുന്നു. അത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അങ്ങനെ അത് കുറച്ച് നേരം ഒന്ന് കണ്ടു. അതിനുശേഷം പിന്നെ നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് തന്നെ പോയിട്ട് അവിടുന്ന് ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്തു കേട്ടോ ഗേസ്. അതിനുശേഷം പിന്നെ ഇൻഡിപെൻഡൻസ് ഡേക്ക് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായിരുന്നു പ്രോഗ്രാം. അത് കാരണം അതിൻ്റെ ചെറിയൊരു ഡാൻസും കാര്യങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ ലയൻസിലെത്തി. അങ്ങനെ അപ്പോൾ അവിടെ പോയപ്പോൾ തലേ ദിവസം എൻ്റെ അമ്മയുടെ ഫ്രണ്ടിൻ്റെ മോൻ മാത്രമേ അടിച്ചിട്ടുണ്ടായിരുന്നു, ഈ ഒരു ഫേസ് പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ എനിക്ക് ചെയ്യാൻ തോന്നി ഗേസ്. അപ്പോൾ ഞാൻ ചെറിയൊരു ബട്ടർഫ്ലൈ മാത്രം ചെയ്തു. ഒരു കുട്ടി ബട്ടർഫ്ലൈ, ഒരു ബ്ലൂ കളർ ബട്ടർഫ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ തരത്തിലുള്ളത് ഉണ്ടായിരുന്നു അവിടെ. പക്ഷെ ഞാനിതാ ചെയ്തത്. അതേപോലെ ഡ്രസ്സിന് ഇതിലൂടെ മാച്ചായി പോകുന്നൊരു മറ്റേ ഫേസ് പെയിൻറ്റിംഗ് ഒന്നും ആയിരുന്നില്ല കേട്ടോ. പക്ഷെ ഞാൻ ചെയ്തു ഗേസ്. പിന്നെ ഇവിടുന്ന് ഞാൻ ഡ്രസ്സ് മാറ്റിയില്ല. ഇവിടുന്ന് പോകുമ്പോൾ ഡ്രസ്സ് മാറ്റിയില്ല. പട്ടുപാവാട ഇട്ട് തന്നെയാണ് പോയത്. പട്ടുപാവാടയല്ല, ലോങ് സ്കേർട്ടും ക്രോപ്പ് ടോപ്പും ഇട്ട് തന്നെയല്ല പോയത്. അതിന് ശേഷം പിന്നെ വീട്ടിൽ പോയിട്ടാണ് DJ ഉണ്ടായിരുന്നു. നമ്മുടെ ഫീഡ്ബാക്കിൻ്റെ പ്രോഗ്രാം തന്നെ DJ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പോകുമ്പോഴാണ് ഞാനൊരു ഫ്രോക്ക് ഇട്ടു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് തന്നെ ഇങ്ങനൊരു സംഭവം കഴിച്ചു ഗേസ്. മിൽക്ക് കേക്കോ അങ്ങനത്തെ ഒരു സംഭവം കഴിച്ചു. ഇതായിരുന്നു ഗേസ് ആ ഡ്രസ്സും പിന്നെ ആ ഫേസ് പെയിൻറ്റിങ്ങും. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. ബൈ.